ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 7ാം ക്ലാസ് താരിഖുൽ ഇസ്ലാമിൻ്റെ മറ്റൊരു മോഡൽ ചോദ്യ പേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ നമ്മൾ മുന്നൊരു താരിഖുൽ ഇസ്ലാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ വന്ന കൂടുതൽ ചോദ്യങ്ങൾ ഇതിലുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദ്യം വായിച്ച ആൻസർ മാത്രമേ പറയുന്നുള്ളൂ. എല്ലാവരും മനസ്സിലാക്കുക. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 6 വയസ്സുള്ളപ്പോൾ വഫാത്തായി. ആരായിരുന്നു? മാതാവ് ആമിന ബീവി 6 വയസ്സുള്ളപ്പോൾ വഫാത്തായി. മനസ്സിലാക്കുക. അടുത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്ത ഏക കന്യക ആയിഷ റളിയല്ലാഹു അൻഹ. ശത്രുക്കൾ വധിക്കാനായി കഴുമരത്തിൽ കയറ്റി. ആരെയായിരുന്നു? ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ചെരുപ്പ് കൊണ്ട് മുഖത്തടിച്ചു. ആരായിരുന്നു? ഉത്തുബയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ചെരുപ്പ് കൊണ്ട് മുഖത്തടിച്ചതും ചവിട്ടിയതൊക്കെ. അടുത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന അസ്വത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്ത യുദ്ധങ്ങൾ 27. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവാഹം കഴിച്ചു കൊടുത്ത മഹദി സൈനബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഈ ചോദ്യം വായിച്ചപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ചോദ്യ പേപ്പറിൽ ഈ ചോദ്യത്തിന് 2 ആൻസർ ആയിട്ട് പറഞ്ഞിരുന്നു. ആ പാഠഭാഗത്തിൽ അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരം സൈനബ് ബിൻത്ത് തന്നെയാണ്. സൈനബ് ബിൻത്ത് ജഹ്സിൻ. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കണം എല്ലാവരും കേട്ടോ. മറ്റേത് അല്ലാഹു തആല മിക്ക ശർഈ നിയമങ്ങളും അവതരണീയമായ സമയത്ത് അല്ലാഹു തആല അവരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭാര്യയാക്കി കൊടുത്തു. അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് വിവാഹം കഴിച്ച് നൽകുന്നത്. അപ്പോൾ അതൊക്കെ പറയുന്നുണ്ട്. അടുത്തത് എന്താണ്? ചേരുംപടി ചേർക്കാനാണ്. സഹാബികളിലെ അനുഗ്രഹീത കവി ഹസ്സാൻ റളിയല്ലാഹു അൻഹു. അപ്പം അതിൻ്റെ ബി നമുക്കവിടെ എഴുതാം. ഖുർആൻ പേരെടുത്തു പറഞ്ഞ ഏക സഹാബി സെയ്ദ് റളിയല്ലാഹു അൻഹു. അപ്പം അതിൻ്റെ ഡി എഴുതാം. അടുത്തത്, തൗറാത്തും ഇഞ്ചീലും പഠിച്ച വ്യക്തി ആരായിരുന്നു? വറഖത്ത് ബിൻ നൗഫൽ. അപ്പം അതിൻ്റെ എ എഴുതി കൊടുക്കാം. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഉമ്മു ഹബീബിൻ്റെ പിതാവ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. അപ്പം അതിൻ്റെ ഈ എഴുതാം. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ വിശ്വാസികളുടെ ഏറ്റവും ഈമാനുള്ള വ്യക്തി അബൂബക്കർ റളിയല്ലാഹു അൻഹു. അപ്പോൾ സി. അപ്പോൾ ഇതൊക്കെ മാച്ച് ചെയ്യാനും മുകളിൽ പറഞ്ഞ പോലെ 1 വേർഡ് ആയിട്ടോ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുന്ന ചോദ്യമായിട്ടൊക്കെ വരാവുന്ന ചോദ്യമാണിത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ മറ്റേ ചോദ്യ പേപ്പറിൽ വന്നത് ഇവിടെ മാച്ച് ചെയ്യാൻ വന്നു. അപ്പോൾ ആ രീതിയിലൊക്കെ വരാം. അപ്പോൾ നിങ്ങൾ ഇതന്നെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് പൂരിപ്പിക്കാനാണ്. എന്താണ് വന്നത്? അനുയായികളും എതിർത്തവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഡേഷ് എന്നാണ് വിശേഷിപ്പിച്ചത്. അനുയായികളും എതിർത്തവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അൽ അമീൻ എന്നാണ് വിശേഷിപ്പിച്ചത്. അസ്സാദിഖുൽ മസ്തൂഖ് എന്ന് പേര് ലഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സത്യം മാത്രം പറഞ്ഞിരുന്നുള്ളൂ. അസ്സാദിഖുൽ മസ്ബൂഖ്. അതുകൊണ്ട് അനുയായികളും എതിർത്തവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അൽ അമീൻ എന്നാണ് വിശേഷിപ്പിച്ചത്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഡേഷായാണ് പ്രവാചക ജീവിതം. എന്താണ്? ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഉദാത്ത മാതൃകയാണ്. അടുത്തത്, ഹുലിക്കത്ത് ഡേഷ് മിൻ കുല്ലി ഐബിൻ കഅന്നക ഖദ് ഹുലിക്കത്ത് കമാ തശാഉ. സഹാബികളിലെ അനുഗ്രഹീത കവിയായ മഹാൻ ഹസ്സാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗന്ദര്യത്തെക്കുറിച്ച് പാടിയതാണ്. ഖുലിഖത്ത് മുബറഅം മിൻ കുല്ലി ഐബ് കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. എന്താണ്? എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനായി അങ്ങ് സൃഷ്ടിക്കപ്പെട്ടു. അങ്ങ് ഉദ്ദേശിച്ച പ്രകാരം തന്നെ അള്ളാഹു അങ്ങയെ സൃഷ്ടിച്ചതുപോലുണ്ട്. അതുപോലെ മറ്റൊരു ലൈനും കൂടി അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം. നമ്മൾ കഴിഞ്ഞ അതിൽ അതിൻ്റെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ചോദ്യ പേപ്പറിൽ. അപ്പോൾ ഇതുപോലെ വരാമെന്നും പറഞ്ഞിരുന്നു. പഠിക്കുക നന്നായിട്ട്. ഹിബ്ബുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പേര് ലഭിച്ച ഡേഷ്
പ്രസിദ്ധനായി. ആർക്കാണ് ഹിബ്ബുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന പേര് ലഭിച്ചത്? സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ഹിബ്ബുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാത്സല്യ ഭാജനം. അടുത്തത് എന്താണ്? അബ്ദുൽ മുത്തലിബിന്റെ വഫാത്തിന് ശേഷം ഡേഷാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചത്. ആരാണ്? അബൂ താലിബ്. അബൂ താലിബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെക്കുറിച്ച് മുൻകാല ഡേഷ് സന്തോഷ വാർത്ത അറിയിച്ചു. മുൻകാല പ്രവാചകന്മാർ സന്തോഷ വാർത്ത അറിയിച്ചിരുന്നു. മുൻകാല പ്രവാചകർ സന്തോഷ വാർത്ത അറിയിച്ചിരുന്നു. ഹിറാ ഗുഹയിൽ നിന്ന് വഹി ലഭിച്ച് വീട്ടിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖദീജ റളിയല്ലാഹു അൻഹു തൗറാത്തും ഇഞ്ചീലും പഠിച്ച വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുത്ത് കൊണ്ടുപോയി. അദ്ദേഹം പറഞ്ഞു, എന്താ പറഞ്ഞത്? അബ്ശിർ സുമ്മ അബ്ശിർ അഷ്ഹദു അന്നക അല്ലദീ ബശറ ബിഹി ഈസ ഇബ്നു മർയം വ അന്നക നബിയ്യും മുർസലുൻ. സന്തോഷിച്ചോളൂ, ഈസ ഇബ്നു മർയം അലൈഹിസ്സലാം സുവിശേഷം അറിയിച്ച പ്രവാചകനാണ് നിങ്ങൾ. ഇത് വറഖത്ത് ഇബ്നു നൗഫൽ പറഞ്ഞതാണ്. അടുത്തത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹി ലഭിച്ച സ്ഥലം ഹിറാ ഗുഹയിലാണ്. ഹിറാ ഗുഹയിലാണ്. ധർമ്മസമരം അല്ലാഹു തആല കൽപ്പന നൽകിയത് ഹിജ്റ വർഷം. ധർമ്മസമരത്തിന് അല്ലാഹു തആല കൽപ്പന നൽകിയത് ഹിജ്റ 2-ാം വർഷമാണ്. ഹിജ്റ 2-ാം വർഷം. അടുത്തത് പ്രവാചക പത്നി ഹഫ്സ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ്. പ്രവാചക പത്നി ഹഫ്സ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ഹഫ്സ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഹഫ്സ റളിയല്ലാഹു അൻഹുവിനെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ താല്പര്യപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്തത്. ഇതുപോലെ ഓരോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ഭാര്യമാരും ആരുടെ മക്കളാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആ പാഠത്തിൽ. അപ്പോൾ ആ പാഠം നന്നായി മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് എന്താണ്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്ത ഭാര്യ. ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷം സൗദ ബിൻത്ത് സംഅയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്തത്. സൗദ ബിൻത്ത് സംഅയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്തു. ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരായ സഹാബകളിൽ ആദ്യം ഹിജ്റ പോയത് എവിടേക്കാണ്? ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരായ സഹാബികൾ ആദ്യം ഹിജ്റ പോയത് ഹബിഷയിലേക്കാണ്. പിന്നീടാണ് മദീനയിലേക്ക് ഹിജ്റ പോയത്. അപ്പോൾ അത് നന്നായി പഠിക്കുക. അസ്സാദിഖുൽ മസ്തൂഖ് എന്ന് പേര് ലഭിച്ചു. ആർക്ക്? എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് അസ്സാദിഖുൽ മസ്തൂഖ് എന്ന പേര് ലഭിച്ചത്. എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യം മാത്രമേ പറഞ്ഞുള്ളൂ. അവിടുന്ന് ഏറ്റവും വലിയ സത്യസന്ധനായിരുന്നു. അതുകൊണ്ടാണ് അസ്സാദിഖുൽ മസ്തൂഖ് എന്ന് പേര് ലഭിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്നതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ സൂക്ഷ്മമായി അറിഞ്ഞ് ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ സൂക്ഷ്മമായി അറിഞ്ഞ് ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്നത്. അവിടുന്ന് സത്യപ്രവാചകനാണെന്നും കേവലം ഒരു മഹാവ്യക്തി മാത്രമായിരുന്നില്ലെന്നും തിരിച്ചറിയാൻ അതിലൂടെ കഴിയും. അടുത്തത് ആയിഷ റളിയല്ലാഹു അൻഹായെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭാര്യയാക്കി കൊടുത്തതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ആയിഷ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭാര്യയാക്കി കൊടുത്തത് ദീനീ വിജ്ഞാനം ലോകത്തിന് കൈമാറുക എന്ന ലക്ഷ്യത്തിലായിരുന്നു. ദീനീ വിജ്ഞാനം ലോകത്തിന് കൈമാറുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. അത് അക്കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. അടുത്തത് ജിഹാദിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളിൽ നിന്ന് 2 എഴുതുക. പാഠത്തിൽ 5 ഉദ്ദേശങ്ങൾ പറയുന്നുണ്ട്. അതിൽ നിന്ന് 2 എഴുതാനാണ്. ശത്രുക്കളെ പ്രതിരോധിക്കുക, കുഴപ്പമില്ലാതാക്കുക, നീതിയും സമത്വവും നടപ്പിലാക്കുക, ഇസ്ലാമിക രാഷ്ട്രം സംരക്ഷിക്കുക, അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തെ മോചിപ്പിക്കുക. ഇങ്ങനെ 5 കാര്യങ്ങൾ ജിഹാദ് അനുമതി നൽകിയതിൻ്റെ ഉദ്ദേശങ്ങൾ. ഇങ്ങനെ 5 കാര്യങ്ങളാണ് ജിഹാദ് അനുമതി നൽകിയതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ. അടുത്തതെന്താണ്? ക്രൂരമായ പീഡനത്തിനിരയായ 4 സഹാബികളുടെ പേരെഴുതാൻ.
ബിലാൽ റളിയല്ലാഹു അൻഹു, യാസിർ റളിയല്ലാഹു അൻഹു, അമ്മാർ റളിയല്ലാഹു അൻഹു, സുമയ്യ റളിയല്ലാഹു അൻഹ, ഹുബൈബ് റളിയല്ലാഹു അൻഹു. ഇതൊക്കെ പാഠത്തിൽ 5-ാമത്തെ പാഠത്ത് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബൂവത്ത് ലഭിക്കുന്നതിന് മുമ്പ് ഭൂരിഭാഗം ജനങ്ങളും എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബൂവത്ത് ലഭിക്കുന്നതിന് മുമ്പ് ഭൂരിഭാഗം ജനങ്ങളും തിന്മകളിൽ മുഴുകിയാണ് ജീവിച്ചിരുന്നത്. കള്ളുകുടി, വ്യഭിചാരം, അനാവശ്യ കലഹങ്ങൾ, ചൂതാട്ടം തുടങ്ങിയവയെല്ലാം അന്ന് നിരുപാധികം നടമാടിയിരുന്നു. അത് നിങ്ങളെ 4-ാമത്തെ പാഠത്തിലാണ് പറയുന്നത്. അപ്പോൾ ആ ഭാഗം നന്നായി മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ആശയം എഴുതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകാനുഗ്രഹി എന്നാണ് അല്ലാഹു തആല വിശേഷിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകാനുഗ്രഹി എന്നാണ് അല്ലാഹു തആല വിശേഷിപ്പിച്ചത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ ഒരു മുള്ള് തറയ്ക്കുന്നത് പോലും എനിക്കിഷ്ടമില്ല. സന്ദർഭം വിവരിക്കുക. ആര് പറഞ്ഞതാണിത്? ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണിത്. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ വധിക്കാനായി കഴുമരത്തിൽ കയറ്റി. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിന്റെ സ്ഥാനത്ത് മുഹമ്മദ് ആയിരിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, അള്ളാഹു ആണ് സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ ഒരു മുള്ള് തറയ്ക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. പ്രവാചക സ്നേഹത്തിലൂട്ടിയ വിശ്വാസദാർഢ്യത്തോടെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. വിശ്വാസദാർഢ്യത്തോടെ അദ്ദേഹം മരണം വരിച്ചു. അപ്പോൾ സഹാബികളുടെ പ്രവാചക സ്നേഹം എന്നതിനെ കുറിച്ച് നമുക്ക് ഈ ചരിത്രങ്ങളൊക്കെ എഴുതാം. പിന്നെ അൻസാരി വനിത യുദ്ധഭൂമിയിലേക്ക് ഓടി വന്ന് അവിടെ ഉണ്ടായ സംഭവം, കുല്ലു മുസീബത്തും ബാദഹ ജലലുൻ, അൻസാരി വനിത പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സഹാബികളുടെ സ്നേഹം മനസ്സിലാക്കി നമുക്ക് എഴുതാൻ കഴിയും. 5 വരി കുറയാതെ എഴുതാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടിക്കാലം, അതുപോലെ ഉർവത്ത് ഇബ്നു മസ്ഊദ് സഖാഫി ഖുറൈശികളോട് പറഞ്ഞ കാര്യം, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ചോദ്യപേപ്പറിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ കൂടുതലായിട്ട് വിവരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടിക്കാലം എങ്ങനെയുള്ളതായിരുന്നു? സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് വഫാത്തായി. 6 വയസ്സായപ്പോൾ മാതാവും വഫാത്തായി. പിന്നീട് അബ്ദുൽ മുത്തലിബും അബൂ ത്വാലിബുമാണ് സംരക്ഷിച്ചത്. എഴുത്തും വായനയും അറിയാതെ ജനങ്ങൾക്കിടയിൽ ഉമ്മിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്നു. മാതാപിതാക്കളില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിന്മകളിലും പെടാതെ സത്യസന്ധനും സന്മാർഗിയും വിശ്വസ്തനുമായി വളർന്നു. അല്ലാഹു തആലയുടെ പ്രത്യേക സംരക്ഷണത്തിലായിരുന്നു ആ വളർച്ച എന്ന് മനസ്സിലാക്കുക. എത്രാമത്തെ പാഠാണത്? നിങ്ങളുടെ 4-ാമത്തെ പാഠത്തിലാണ്. അപ്പോൾ ആ പാഠത്തിൽ നിന്ന് അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ എല്ലാ പാഠത്തിൻ്റെയും തഹ്സീസിൽ വരുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്, വിവരിക്കാനും നൊയ്ദ് ഫിക്ര കണ്ണിക എഴുതാനൊക്കെ. അതൊക്കെയാണ് ഇങ്ങനെ 5 വരിയിൽ കുറയാതെ എഴുതാൻ വരിക. അപ്പോൾ അതൊക്കെ ആ പാഠത്തെ ആസ്പദമാക്കി എന്തെങ്കിലും 5 വരിയിൽ എഴുതാൻ കഴിയുന്ന രീതിയിൽ നന്നായി പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് 5 മാർക്കാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വോയിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.